കൊച്ചിയിൽ വൻ കഞ്ചാവ് വേട്ട. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ യാത്രക്കാരനിൽ നിന്ന് 2 കോടി രൂപ വിലമതിക്കുന്ന കഞ്ചാവ് ശേഖരമാണ് പിടികൂടിയത്. വിവരങ്ങളുമായി കെ ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, എപ്പോഴായിരുന്നു ഈ സംഭവം? 2 കോടി രൂപ വിലമതിക്കുന്ന കഞ്ചാവ് ശേഖരമാണ് പിടികൂടിയത്. പോലീസ് പറയുന്ന മറ്റു വിവരങ്ങൾ എങ്ങനെ? അതെ, വൻ കഞ്ചാവ് വേട്ടയാണ് നെടുമ്പാശ്ശേരിയിൽ ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരം സ്വദേശി വൈശാഖ് മോഹനാണ് കസ്റ്റംസിന്റെ പിടിയിലായിരിക്കുന്നത്. ഇയാൾ ബാങ്കോക്കിൽ നിന്നാണ് കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്നത്. 2 കോടി രൂപയിലേറെ വില വരുന്ന കഞ്ചാവാണ് ഇയാൾ കടത്തിക്കൊണ്ടുവന്നത്. അവിടെ ബാങ്കോക്കിൽ നിന്ന് പ്ലാസ്റ്റിക് കവറുകളിലാക്കി 9 പ്ലാസ്റ്റിക് കവറുകളിലാക്കി മറ്റ് ഭക്ഷ്യവസ്തുക്കൾക്കൊപ്പം വച്ച് ആണ് കൊണ്ടുവന്നത്. ഒറ്റനോട്ടത്തിൽ ഇത് ചോക്ലേറ്റും അടക്കമുള്ള മറ്റ് ഭക്ഷ്യവസ്തുക്കളാണ് എന്നാണ് കരുതുക. അങ്ങനെ അതിവിദഗ്ധമായാണ് വൻ കഞ്ചാവ് ശേഖരം ഇയാൾ പ്ലാസ്റ്റിക് കവറിലാക്കി കടത്തിക്കൊണ്ടുവന്നത്. രാജ്യാന്തര മാർക്കറ്റിൽ 2.12 കോടി രൂപ വില വരും എന്നാണ് കസ്റ്റംസ് പറയുന്നത്. ഇയാളെ പിന്നീട് അങ്കമാലി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തു. അതേസമയം ആർക്കു വേണ്ടിയാണ് വിദേശത്തു നിന്നും ഇത്രയേറെ കഞ്ചാവ് എത്തിച്ചത്, എവിടേക്കൊക്കെയാണ് ഇത് വിറ്റഴിക്കാനായി തീരുമാനിച്ചിരുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായി അന്വേഷിക്കും എന്നും കസ്റ്റംസ് അറിയിച്ചിട്ടുണ്ട്. ശരി ഉമേഷ്, തിരുവനന്തപുരം സ്വദേശി വൈശാഖാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. അങ്കമാലി കോടതിയിൽ ഇപ്പോൾ പ്രതിയെ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്.